തമ്മിൽ വരണം എന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥി റിയാസ് മുക്കോളിയായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ കൂടി UDF നേതൃത്വം പറഞ്ഞ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എല്ലാ അർത്ഥത്തിലും പിന്തുണച്ച് അവർ തന്നെ ഈ പട്ടാമ്പിയുടെ നേതൃസ്ഥാനത്തിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. UDF വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്നതാണ് പ്രതീക്ഷ. റിയാസ് മുക്കോളി ആണെങ്കിൽ ഒരുപക്ഷെ മുഹ്സിന് ശക്തനായ എതിരാളിയാവുകയും നല്ലൊരു മത്സരം വരികയും വലിയ റിസൾട്ട് പ്രതീക്ഷിക്കായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹം ആയില്ലെങ്കിലും നേതൃത്വം എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുകയും നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ കൂടെ ഞങ്ങൾ അണികൾ ശക്തമായി രംഗത്തിറങ്ങുകയും നല്ലൊരു വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ നടുവട്ടം സെന്ററിലേ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാൻ കുറെ കൊല്ലങ്ങളോളം ഇവിടെ പറയുന്നു. ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരു സ്ത്രീ വരികയാണ്, ഒരു കുട്ടീനെ എടുത്തിട്ട് വന്ന് നിന്നാ എവിടെ നിൽക്കും? ഈ പീഡിയ കൊലായ്മയിലോ ഒരു റോഡിന്റെ ഒരു സൈഡ് ഭാഗം ഒരു 2 കാല് പൊളിച്ചിട്ടിട്ട് ഒരു ഷീറ്റ് ഇടാൻ ഇന്ന് തിരുവപ്പുറ പഞ്ചായത്തിൽ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് പാർട്ടിയാ? അതാണ് ചെയ്യേണ്ടത്. അത് ആദ്യം ചെയ്തു വരും, എന്നിട്ട് വോട്ട് ചെയ്യാം ഏതാൾക്കായാലും. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ്, നടുവട്ടം സെന്ററിൽ ബസ് സ്റ്റാൻഡ് ഇല്ല. ആ ബസ് സ്റ്റാൻഡ് ഇവിടെ വേണം. അതാ ഇവിടെ വേണ്ടത്. ഒരു ആള് സുഖമില്ല, ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്. കയറണം എന്നുണ്ടെങ്കിൽ പീഡിയ കോലാമിൽ എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വളാഞ്ചേരിക്ക് പോവുകയാണെങ്കിലും പട്ടാമ്പിക്ക് പോവുകയാണെങ്കിലും ബസ് സ്റ്റാൻഡ് ഇല്ല. ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ അത്യാവശ്യമാണ്. അത് ചെയ്തോ എന്നാ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്രാവശ്യം നടുവട്ടത്തുകാരോട് എല്ലാരോടും പറയും വോട്ട് ചെയ്യണ്ട. ഏത് പാർട്ടി ആയാലും വേണ്ടില്ല. തീർച്ചയായിട്ടും ഷാജി എന്തായാലും ജയിക്കും, 100% ജയിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, 500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് അവകാശവാദം. അതൊന്നും നമ്മൾ തിരുവാപ്പുറ പഞ്ചായത്തിൽ കാണുന്നില്ല. തിരുവാപ്പുറ പഞ്ചായത്തിൽ അതൊന്നും കാണുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരുവാപ്പുറ പഞ്ചായത്തിൽ അതൊന്നും കാണില്ല, ഒന്നും കാണില്ല. നമ്മളെ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെ കാര്യമായിട്ടുള്ളൂ. പിന്നെ MP കൊടുക്കുന്ന റോഡ് അതൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൂ. ഇല്ല, അത് ഷാജിനെ കൊണ്ട് ഞങ്ങൾ നേടിയെടുക്കാൻ നോക്കും. മുക്കോളിയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നോ? മുക്കോളിയുടെ സാധ്യത അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മുപ്പരിവിടെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാലും UDF അല്ലേ തീരുമാനിക്കുക. അവര് തീരുമാനം ഷാജിക്കാ കൊടുത്തത്, ഷാജിയെ നേടിയെടുക്കും ചെയ്യും. നമ്മളിപ്പോ പിന്നെ മുസ്ലിം നമ്മൾ അറിയുന്നതാണ്. ഇപ്പൊ ഇവിടെ 15 നിൽക്കുന്ന ആളാണ്. മറ്റേ നമ്മൾ അറിയില്ല. അങ്ങനെ നമ്മളിപ്പോ അങ്ങനെ നമ്മള് വേറെ ഉപകാരം ചെയ്താൽ അവർ ചെയ്യും. ഇവിടെ മോശം തന്നെ നാട്ടുകാരനായിട്ടൊന്നും കാര്യമില്ലല്ലോ. ഉപകാരം ആരാ ചെയ്യുന്ന വെച്ചാൽ അവർ കിട്ടും. വികസനം ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കും പ്രാവശ്യമാണ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UDF കേന്ദ്രങ്ങൾ എന്താണ് തോന്നുന്നത്? നമുക്ക് രണ്ടും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. രണ്ടും പട്ടാമ്പിക്കാരാണ് സ്ഥാനാർത്ഥികൾ.